കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ ഇപ്പോൾ ജീവിതം ജീവനം തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് ഡോക്ടർ ഡി ഷൈൻകുമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ, കൊല്ലം. സാങ്കേതിക സഹായം ശിവപ്രിയൻ. നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൻ്റെ ജീവിതം ജീവനം പരിപാടിയിലേക്ക് എല്ലാ മാന്യ ശ്രോതാക്കൾക്കും സ്വാഗതം. ഞാൻ ഡോക്ടർ ഡി ഷൈൻകുമാർ. മൃഗസംരക്ഷണ മേഖലയിലെ വിവിധ ജീവനോപാധികളെക്കുറിച്ചും സംരംഭക സാധ്യതകളെക്കുറിച്ചുമായിരുന്നു കഴിഞ്ഞ 4 എപ്പിസോഡുകളിലായി നമ്മൾ ചർച്ച ചെയ്തിരുന്നത്. ഇപ്പോഴിതാ പുതുകാലത്തിന് യോജിച്ച ചില സംരംഭക സാധ്യതകൾ പരിചയപ്പെടുത്തുകയാണ്. അരുമ പക്ഷി വളർത്തൽ, അരുമ മൃഗ വളർത്തൽ ഇവയെല്ലാം പുതുകാലത്തിന് യോജിച്ച സംരംഭങ്ങളാണ്. എന്നാൽ താരതമ്യേന ലളിതവും ക്ലേശരഹിതവുമായ ഒന്നാണ് പക്ഷി വളർത്തൽ സംരംഭം. ധാരാളം അരുമ പക്ഷികളെയും ഓമന പക്ഷികളെയും വളർത്തുന്ന സംരംഭകരും അരുമ മൃഗ പക്ഷി പ്രേമികളും നമ്മുടെ നാട്ടിലുണ്ട്. അവർക്ക് കൂടി സഹായകരമാകുന്ന രീതിയിൽ അരുമ പക്ഷികളെ എങ്ങനെ വളർത്താം, എങ്ങനെയാണ് അവയുടെ പ്രജനനം, എങ്ങനെയാണ് ആ പ്രജനനം വഴി നമുക്ക് വരുമാനം ഉണ്ടാകുക, ഇത്തരം കാര്യങ്ങളാണ് ഇന്ന് നമ്മൾ പരിചയപ്പെടുത്തുന്നത്. നമ്മോടൊപ്പം സ്റ്റുഡിയോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത് നെടുമ്പന ഗ്രാമപഞ്ചായത്തിലെ വെറ്ററിനറി സർജൻ ഡോക്ടർ ജി വിഷ്ണുദത്താണ്. സ്വാഗതം ചെയ്യാം വിഷ്ണുദത്തിനെ ജീവിതം ജീവനം പരിപാടിയിലേക്ക്. നമസ്കാരം ഡോക്ടർ. നമസ്കാരം സാർ. നമുക്ക് ഈ നാട്ടിൽ പ്രത്യേകിച്ചും കൊല്ലം നിവാസികൾ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒന്നാണ് ഈ കൊച്ചു കുരുവികൾ, തത്തകൾ ഇവയൊക്കെ വളർത്തൽ. മിക്ക വീടുകളിലും അതൊക്കെ ഉണ്ട് താനും. അപ്പോൾ കുട്ടികൾക്കും മുതിർന്നവർക്കുമൊക്കെ ഒരുപോലെ വളർത്താൻ കഴിയുന്ന ഏറ്റവും ജനപ്രിയമായിട്ടുള്ള അരുമ പക്ഷികൾ ഏതൊക്കെയാണ്? അരുമ പക്ഷികളിൽ ഏറ്റവും ജനപ്രിയമായിട്ടുള്ളതെന്ന് പറയുന്നത് ബഡ്ജറിഗാസ് അഥവാ ലവ് ബേർഡ്സ് ആണ് ഏറ്റവും കൂടുതൽ ജനപ്രിയമായിട്ടുള്ളതും വളരെ നമുക്ക് എല്ലാ സാധാരണക്കാർക്ക് വരെ നമുക്ക് വില കൊടുത്ത് വാങ്ങാൻ പറ്റുന്ന ഒരു അരുമ പക്ഷികൾ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഇപ്പോൾ ഈ പുതുകാലത്ത് കൂടുതൽ ആളുകൾ മക്കാവ്സ്, കോക്കറ്റൂസ്, ലോറിക്കീറ്റ്സ്, ഫിഞ്ചസ്, ആഫ്രിക്കൻ ഗ്രേ പാരറ്റ്സ് പുതിയ ഇനം പക്ഷികളും നമ്മുടെ നാട്ടിൽ ഇപ്പോൾ സുലഭമായി കാണുന്നുണ്ട്. ഈ പക്ഷികളിലാണെന്നുണ്ടെങ്കിൽ പ്രജനനത്തിന് വേണ്ടിയും ബ്രീഡേഴ്സും ഇഷ്ടംപോലെ വരുന്നുണ്ട്. പക്ഷേ പല ആളുകൾക്കുള്ളൊരു സംശയം, 1972 വനസംരക്ഷണ നിയമപ്രകാരം ചില പക്ഷികളെയൊക്കെ നമ്മുടെ വീട്ടിൽ വളർത്തുന്നത് കുറ്റകരവും ശിക്ഷാർഹവുമാണ്. അപ്പോൾ അതിൽ ഒക്കെ ഇത്തരം പക്ഷികൾ വരുമോ? ഈ പക്ഷികളെല്ലാം തന്നെ ശരിക്കും എക്സോട്ടിക് പെറ്റ് ബേർഡ്സ് എന്നുള്ള കാറ്റഗറിയിലാണ് വരുന്നത്. ഇക്കാലത്തും ചില ആളുകളാണെന്നുണ്ടെങ്കിൽ നമ്മുടെ അലക്സാൻഡ്രിയൻ പാരക്കീറ്റ്, ഇന്ത്യൻ പാരക്കീറ്റ്, അങ്ങനെ വരുന്ന മലൻ തത്തകൾ, അങ്ങനെ ആ ഇനത്തിൽ വരുന്ന പക്ഷികളെ വളർത്തുന്നുണ്ട്. അത് നിയമവിരുദ്ധമാണ്. എന്നാൽ ഈ പക്ഷികളെ വളർത്തുന്നത്, അതായത് നമ്മുടെ ഫിഞ്ചസ് പോലുള്ള പക്ഷികളെയൊക്കെ വളർത്തുന്നത്, അത് നിയമപരമായി അനുവദനീയമാണ്. സാധാരണക്കാരന് ഒരു തുടക്കമെന്ന നിലയിൽ ഇപ്പോൾ നമ്മുടെ ഈ അഭിമുഖം കേട്ടുകൊണ്ടിരിക്കുന്ന സാധാരണക്കാർക്ക് ഒരു തുടക്കമെന്ന രീതിയിൽ ഈ രംഗത്തേക്ക് വരണമെങ്കിൽ അവർ ഏതുതരം പക്ഷികൾ വെച്ചാണ് തുടങ്ങേണ്ടത്? വളരെ വില കൂടിയ പക്ഷികളെ നമ്മൾ വളർത്തുന്നതിന് ഉപരി ചെറിയ ചെറിയ ഇനം പക്ഷികൾ, അതായത് നമ്മൾ ബഡ്ജീസ്, ആഫ്രിക്കൻ ഫിഞ്ചസ്, മറ്റ് വേണമെങ്കിൽ ആഫ്രിക്കൻ ഗ്രേ പാരറ്റ് വരെ നമുക്ക് അത്യാവശ്യം സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ളതാണ്. അതുപോലെ കോക്കറ്റൂസ് ഇവയെല്ലാം തന്നെ നമുക്ക് സാധാരണക്കാർക്ക് വളർത്താൻ പറ്റുന്ന രീതിയിലുള്ള പക്ഷികളാണ്. ഈ സാധാരണഗതിയിൽ ഇവയ്ക്ക് പ്രകൃതിയിൽ നിന്ന് ഇവരെ നമ്മൾ കൂട്ടിലേക്കാണ് മാറ്റുക. അപ്പോൾ കൂട് പക്ഷികളുടെ വീടാണ്. അപ്പോൾ പക്ഷികളുടെ കൂട് വളരെ മനോഹരമായി ചെയ്യുകയും പ്രകൃതി സന്തുലിതമാക്കി മാറ്റുകയും ഒക്കെ ചെയ്യണമെങ്കിൽ എന്താണ് അനുവർത്തിക്കേണ്ടത്? ശരിക്കും നമ്മളൊരു ഏവിയറി ഒരുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട പ്രധാന കാര്യമാണ് കേജ് സൈസ്. ഈ പക്ഷികളെ എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ കൂടുതൽ നീളത്തിലാണ് പറക്കുന്നത്. അതിനാൽ തന്നെ നമ്മുടെ വീടുകളിൽ ഏവിയറി നിർമ്മിക്കുമ്പോൾ വീതി അല്പം കുറഞ്ഞാലും നീളം കൂടിയ കൂടുകൾ നിർമ്മിക്കുന്നതാണ് ഉചിതം. നമ്മുടെ സാധാരണ ഇവിടെ ഉണ്ടാകുന്ന ബഡ്ജീസിനെ വെച്ച് നോക്കുകയാണെങ്കിൽ ബഡ്ജീസ് പോലുള്ള പക്ഷികളെ വളർത്തുന്നതിനായി 6 അടി നീളവും 3 മുതൽ 4 അടി വീതിയും 4 അടി ഉയരവുമുള്ള കൂടുകളാണ് അഭികാമ്യം. ഇവർക്കാണെന്നുണ്ടെങ്കിൽ ഇരുമ്പ് മെഷ് അല്ലെങ്കിൽ സ്റ്റീൽ മെഷ് എന്നിവയാണ് കേജുകൾ നിർമ്മിക്കാനായി ഉപയോഗിക്കാൻ പറ്റുന്നത്. മുകൾ ഭാഗവും വയർ മെഷ് വെച്ചിട്ട് കവർ ചെയ്യുക. അതിന് മുകളിലാണ് ശരിക്കും നമ്മുടെ ഈ മേൽക്കൂര വരുന്നത്. മേൽക്കൂരയും മുകൾ ഭാഗവും തമ്മിൽ ഏകദേശം 1.5 അടി ഗ്യാപ്പ് നൽകുന്നത് നല്ലതായിരിക്കും. വേനൽക്കാലത്ത് ചൂട് വായു പുറത്തേക്ക് പോകുവാനും അതുപോലെ തന്നെ തണുത്ത വായു ഉള്ളിലേക്ക് കയറുവാനും ഈ നിർമ്മാണ രീതി നമ്മളെ സഹായിക്കുന്നതാണ്. മേൽക്കൂരയ്ക്കായി നമുക്ക് അലൂമിനിയം ഷീറ്റുകൾ, പോളികാർബണേറ്റ് ഷീറ്റുകൾ, ഹീറ്റ് റെസിസ്റ്റന്റ് ഷീറ്റുകൾ എന്നിവ മാർക്കറ്റിൽ സുലഭമാണ്. പ്രകൃതിദത്തമായ ഒരു അന്തരീക്ഷം ഒരുക്കാനായിട്ട്, ഉദാഹരണമായിട്ട് പാറക്കെട്ടുകൾ, കാട്ടരുവികൾ അല്ലെങ്കിൽ ചോലകൾ, അതൊക്കെ ഒരുക്കാനായിട്ട് വൃക്ഷങ്ങളും അതും ഇതൊക്കെ വെച്ച് പിടിപ്പിക്കാൻ കഴിയില്ലേ? അതെ, അത് നമുക്ക് ചെയ്യാവുന്നതാണ്. പക്ഷേ അതിലേക്ക് നമുക്ക് വരുമ്പോഴത്തേക്കും നമുക്ക് കുറച്ചുകൂടെ ഈ നമ്മൾ പറഞ്ഞ സൈസിനേക്കാൾ
അതിൽ പറ്റില്ല. കുറച്ചുകൂടെ നമ്മൾ കേജ് സൈസ് കൂട്ടേണ്ടി വരും. ഇപ്പോൾ ഏതൊരു പക്ഷിയായാലും മൃഗമായാലും അതിൻ്റെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നത് എപ്പോഴും നല്ലതായിരിക്കും. അതുപോലെ നമ്മൾ ഏവിയറി എന്ന് പറയുന്നത് നമ്മുടെ വെറും ഒരു കൂട് മാത്രമല്ല, അവയെ നമ്മൾ അവരുടെ ഒരു നാച്ചുറൽ ഹാബിറ്റാറ്റിൽ വളരുന്നതിനുള്ള അന്തരീക്ഷം ഒരുക്കി കൊടുക്കുകയാണെങ്കിൽ തന്നെ അവർക്ക് പ്രജനനത്തിനും അവരുടെ സ്ട്രെസ്സ് കുറയ്ക്കാനായിട്ടും വളരെ സഹായകമാണ്. പ്രത്യേകിച്ച് നമ്മൾ സമ്മർ സീസണിൽ പല എക്സോട്ടിക് പെറ്റ്സും നമ്മൾ അർജന്റീന, മറ്റ് ആഫ്രിക്കൻ കാടുകൾ അങ്ങനെ ഉള്ള സ്ഥലങ്ങളിൽ വരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് ഒരു അന്തരീക്ഷം നമ്മൾ മെയിൻറ്റെയിൻ ചെയ്ത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ നല്ലതായിരിക്കും. അതുപോലെ തന്നെ പ്രജനന സമയത്താണെന്നുണ്ടെങ്കിൽ ചകിരി നാരുകൾ, ഇലകൾ, ഇവർക്ക് ഇങ്ങനെ ഒരു നാച്ചുറൽ നെസ്റ്റ്ലിംഗ് ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ട് അവയും നമ്മൾ സപ്ലിമെൻ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും. പലർക്കും തിരിച്ചറിയാൻ കഴിയാതെ പോകുന്ന ഒന്നാണ് ഈ ഇണകളെ കണ്ടെത്താൻ കഴിയില്ല എന്നുള്ളത്. പലപ്പോഴും തമ്മിലുരുമി കൊക്കുരുമി ഇരിക്കുന്ന പക്ഷികൾ ഇണകളാണെന്ന് തെറ്റിദ്ധരിച്ച് അവർ ഒരുമിച്ച് ഒരു കൂട്ടിലിടാറുണ്ട്. അപ്പോൾ എങ്ങനെയാണ് ഈ പക്ഷികളിലുള്ള ഒരു ലിംഗനിർണ്ണയം നടത്തുക? പക്ഷികൾ, നമ്മൾ വളർത്തു പക്ഷികളിൽ ലിംഗനിർണ്ണയം നടത്തുക എന്ന് പറഞ്ഞാൽ കുറച്ച് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മുടെ സെക്ഷുവൽ ഡൈമോർഫിസം എന്ന് പറയും. അതായത് ആണിനെയും പെണ്ണിനെയും തിരിച്ചറിയുന്നത് ആകെ നമ്മൾ ബഡ്ജീസ്, എക്ലെറ്റസ് പാരറ്റ്സ് എന്നീ പക്ഷികളിലാണ് നമുക്ക് സെക്ഷുവൽ ഡൈമോർഫിസം, ആണിനെയും പെണ്ണിനെയും നമുക്ക് പുറമേയുള്ള ലക്ഷണങ്ങൾ വെച്ച് തിരിച്ചറിയാൻ പറ്റുന്നത്. ബഡ്ജറിഗാർസ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് കൊക്കിന് മുകളിലായിട്ട് ഒരു നീല നിറം ആൺ പക്ഷികൾക്ക് ഉണ്ടാകുന്നതാണ്. നമ്മൾ എക്ലെറ്റസ് പാരറ്റ് വളരെ ഒരു കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബ്രീഡാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ കൊമേഴ്ഷ്യലി നമ്മൾ വളർത്തുമ്പോഴത്തേക്കും അവരുടെ മെയിൽ ബേർഡിനാണെന്നുണ്ടെങ്കിൽ മരത പച്ച നിറവും, ഫീമെയിൽ ബേർഡിനാണെന്നുണ്ടെങ്കിൽ കടും ചുവപ്പ് നിറവും നീല നിറത്തോടു കൂടിയ വാലും ആണ് ഉണ്ടാകാറുള്ളത്. അത് ബാക്കി എല്ലാ ബേർഡ്സിനെ നമ്മൾ വളർത്തുപക്ഷികളെ, അതായത് നമ്മൾ ബ്രീഡേഴ്സ് നമ്മൾ വളർത്തുന്നതെന്ന് വെച്ചാൽ അവർക്ക് ഇണ ചേർത്ത് പ്രജനനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ പ്രജനനം നടത്തുന്നതിന് വേണ്ടി അവർക്ക് ആൺപക്ഷികളെയും പെൺപക്ഷികളെയും തിരിച്ചറിയേണ്ടതുണ്ട്. അതിനുവേണ്ടി നമുക്ക് DNA സെക്സിങ് പോലെയുള്ള അഡ്വാൻസ്ഡ് ടെസ്റ്റുകൾ നടത്തിയാൽ മാത്രമേ നമുക്ക് അവയെ തിരിച്ചറിയാൻ പറ്റത്തുള്ളൂ. വളരെ എളുപ്പമായി നമുക്കത് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് അവരുടെ ഫെദർ കളക്ട് ചെയ്ത് അത് നമ്മൾ DNA ടെസ്റ്റിന് വേണ്ടിയിട്ട് നമുക്ക് അയക്കാവുന്നതാണ്. ഡൽഹി, കൊച്ചി എന്നുള്ള പോലുള്ള സ്ഥലങ്ങളിൽ നമുക്ക് അതിനുള്ള ലാബ് ഫെസിലിറ്റി ഉണ്ടായിരിക്കുന്നതാണ്. ചിലപ്പോൾ ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ ഇതിനൊരു ഒരു ബന്ധമുണ്ട്. അതായത് ഇത്ര ആൺകിളിക്ക് ഇത്ര പെൺകിളി, ഇങ്ങനെ തിരിച്ചറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു ഈ ആൺപെൺ റേഷ്യോ ഒരു അംശബന്ധമുണ്ട്. ഇത്ര ആൺകിളിക്ക് ഇത്ര പെൺകിളി, അതല്ലെങ്കിൽ ഒരാണിന് ഒരു പെണ്ണ്, അങ്ങനെ എന്തെങ്കിലും ഒരു നിബന്ധന ഈ അരുമ പക്ഷികളിലുണ്ടോ? ഉറപ്പായിട്ടും ഉണ്ട് സർ. അരുമ പക്ഷികളിൽ പ്രധാനമായിട്ടും പ്രജനന രീതി നടത്തുന്നതിൽ മേറ്റിംഗ് സിസ്റ്റം എന്ന് നമുക്ക് പറയാം. മേറ്റിംഗ് സിസ്റ്റത്തിൽ മോണോഗമി, പോളിഗമി, ഇങ്ങനെ 2 തരത്തിൽ മേറ്റിംഗ് സിസ്റ്റം ഉണ്ട്. അതായത് മോണോഗമി എന്ന് പറഞ്ഞാൽ ഒരു ആൺകിളിക്ക് ഒരു പെൺകിളി, അതൊന്നുള്ള കണക്കും. പോളിഗമി എന്ന് പറഞ്ഞാൽ ആ പോളിഗമിയിൽ തന്നെ 2 രീതിയുണ്ട്. പോളി ആൻഡ്രി, അതായത് ഒരു ഫീമെയിലിന് പല മെയില്. പോളിഗൈനി ഉണ്ട്, പോളിഗൈനിയിൽ ഒരു മെയിലിന് പല ഫീമെയിൽ, അങ്ങനെയാണെന്നുള്ള കണക്ക്. അത് നമ്മൾ കൂടുതലും പെറ്റ് ബേർഡ്സിലാണെന്നുണ്ടെങ്കിൽ മോണോഗമിയാണ് ഫോളോ ചെയ്ത് വരുന്നത്. അതായത് ഒരിണയ്ക്ക് ഒരിണ. എന്നാൽ നമ്മൾ ഗാലിഫോംസ്, ഫെസൻസ്, ഫ്ലൈയിങ് ഡക്സ് അങ്ങനെയുള്ള പക്ഷികളിലാണെന്നുണ്ടെങ്കിൽ അവർ കൂടുതലും പോളിഗമിയാണ്. അപ്പോൾ അവരുടെ സെക്സ് റേഷ്യോ എന്ന് പറയുന്നത് ശരിക്കും 9 ഫീമെയിലിന് ഒരു മെയിൽ ബേർഡ് എന്നുള്ള കണക്കിലായിരിക്കും വരുന്നത്. ഈ പ്രജനന കാലത്ത് ഇവർക്ക് എന്തെങ്കിലും പ്രത്യേക തീറ്റ നൽകാനുണ്ടോ? തീറ്റയെക്കുറിച്ച് തന്നെ ധാരാളം സംശയങ്ങളുണ്ട്. തിനയാണോ ഇവരുടെ പ്രധാന തീറ്റ? മറ്റെന്തൊക്കെ തീറ്റകൾ നൽകാം? ഇല്ല സർ, പല ബേർഡ്സിനും അരുമ പക്ഷികൾക്കും പല രീതിയിലുള്ള തീറ്റകളാണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അതിൽ നട്ട്സ് ഉണ്ടാവാം, ഫ്രൂട്ട്സ് ഉണ്ടാവാം, മറ്റ് ഈ തിന പോലെയുള്ള നമുക്ക് കോമൺലി അവൈലബിൾ ആയിട്ടുള്ള തീറ്റകളുണ്ടാവാം. ഇപ്പോൾ നമ്മൾക്ക് കൂടുതൽ തീറ്റകളും നമുക്ക് ഓരോ സ്പീഷീസ് സ്പെസിഫിക് ആയിട്ടുള്ള തീറ്റകൾ നമുക്ക് വിപണിയിൽ സുലഭമായി ലഭിക്കാറുണ്ട്. ഈ തീറ്റകൾ നൽകുന്നതിന് എന്തെങ്കിലും പ്രത്യേക സമയമോ അല്ലെങ്കിൽ അളവൊക്കെ ഉണ്ട്? തീറ്റകൾ നമ്മൾ മിക്കപ്പോഴും നമ്മൾ ഡേ ടൈമിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത്. ലൈറ്റുള്ള സമയത്താണ് നമ്മൾ തീറ്റ കൂടുതലും പ്രൊവൈഡ് ചെയ്യേണ്ട സമയം. പിന്നെ അതുപോലെ തന്നെ അബണ്ടൻ്റ് ആയിട്ട് നമ്മൾ കേജുകളിൽ വെള്ളം സൂക്ഷിക്കുന്നതും സമ്മർ സീസണിൽ സ്ട്രെസ് ഒഴിവാക്കുന്നതിന് സഹായിക്കും. ഇപ്പോൾ ഈ ബ്രീഡിംഗ് ആണ് ഒരു സംരംഭകൻ ലക്ഷ്യമിടുന്നതെങ്കിൽ അയാൾ ആ കൂട്ടിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ഒരുക്കേണ്ടത്? ബ്രീഡിങ്ങിന് വേണ്ടിയുള്ളൊരു കേജ് വേണം, പിന്നെ അതിന് അടയിരിക്കാനുള്ള സൗകര്യം, അത്തരം കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. ഉറപ്പായിട്ട് ശ്രദ്ധിക്കണം സാർ. അതുപോലെ തന്നെ ബ്രീഡിങ്ങിനാണെന്നുണ്ടെങ്കിലും വളരെ നമുക്ക് ഒരു കൂൾ ഏരിയയാണ് ശരിക്കും വേണ്ടത്. കൂൾ ഏരിയയിലാണ് നമുക്ക് കൂടുതലും ബ്രീഡിങ്ങിനുള്ള ഇത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ എഗ് ലേയിങ്ങിനാണെന്നുണ്ടെങ്കിലും ഈ നമുക്ക് പ്രത്യേകം ഒരു മൺകലങ്ങൾ അല്ലെന്നുണ്ടെങ്കിൽ നെസ്റ്റുകൾ എന്നിവ, ചില ഈ ഫിഞ്ചസ് പോലുള്ള പക്ഷികളാണെന്നുണ്ടെങ്കിൽ നെസ്റ്റുകൾ ഉണ്ടാക്കാനായിട്ട് നോക്കുന്നുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ചകിരി നാരുകൾ, ഇലകൾ എന്നിവ കൂടുതൽ നിക്ഷേപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. പിന്നെ അതുപോലെ തന്നെയാണെന്നുണ്ടെങ്കിലും പ്രജനന സമയത്തെ തീറ്റ കൊടുക്കുന്നത് അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതുണ്ട്. അവർക്ക് ഹൈ എനർജി, ഹൈ പ്രോട്ടീൻ ഡയറ്റ് കൊടുക്കുന്നതിനോടൊപ്പം തന്നെ കാൽഷ്യം സപ്ലിമെൻറ്റ്സ് വളരെ അത്യന്താപേക്ഷിതമാണ്. ഇവിടെ എഗ് ഷെൽ ഫോർമേഷന് വേണ്ടിയിട്ട് കാൽസ്യം ആവശ്യമുള്ളതിനാൽ കാൽഷ്യം കൂടുതലായി ഫീഡിൽ ചേർത്ത് കൊടുക്കുന്നത് നല്ലതായിരിക്കും.
പക്ഷികളെ സംബന്ധിച്ചിടത്തോളം ഈ പുതുതായി പിറന്നു വീഴും, ഉദാഹരണമായിട്ട് മുട്ടയിൽ നിന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങളുണ്ടാവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പല പക്ഷികളും അവരുടെ ക്രോപ്പ് മിൽക്ക്, അതായത് തൊണ്ടയിൽ നിന്നുള്ള പാലാണ് കുട്ടികൾക്ക് നൽകാറുള്ളത്. ചെറുപ്പത്തിലുള്ള ഈ പരിചരണത്തിൽ ഒരു സംരംഭം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെ? അതുപോലെ തന്നെ നമ്മൾ ഈ പ്രജനന സമയത്ത് ഉണ്ടാകുന്ന കുട്ടികളെ നമ്മൾ ശ്രദ്ധിക്കുന്നതെന്ന് വെച്ചാൽ നല്ല മദറിങ് എബിലിറ്റി ഉള്ള ബേർഡ്സിനെ നമ്മൾ സെലക്ട് ചെയ്യുക. അതുപോലെ തന്നെ മദറിങ് എബിലിറ്റി ചില സ്പീഷീസുകളിലാണെന്നുണ്ടെങ്കിൽ തന്നെ മദറിങ് എബിലിറ്റി വ്യത്യാസമായി കാണാറുണ്ട്. ഉദാഹരണത്തിന് പറയുകയാണെന്നുണ്ടെങ്കിൽ ആഫ്രിക്കൻ ഫിഞ്ചസിൽ തന്നെ റെയിൻബോ ഫിഞ്ചസ് എന്ന് പറഞ്ഞ ഇനം പക്ഷികളുണ്ട്. റെയിൻബോ ഫിഞ്ചസ് വളരെ കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ബേർഡാണ്. ഈ റെയിൻബോ ഫിഞ്ചസ് എന്ന് പറഞ്ഞാൽ വളരെ ലോ മദറിങ് എബിലിറ്റി ഉള്ളതാണ്. അത് അവർ കുട്ടികളെ അധികം ശ്രദ്ധിക്കാറില്ല. അതുകൊണ്ട് തന്നെ ഈ കുട്ടികൾ കൂടുതലും ഡെത്ത് ഉണ്ടാകാനുള്ള ഒരു ചാൻസ് വളരെ കൂടുതലാണ്. അത് കാരണം നമ്മൾ ബ്രീഡേഴ്സ് പൊതുവായി ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ ബംഗാളി ഫിഞ്ചസ് എന്ന് പറഞ്ഞ ഇനം പക്ഷികളുണ്ട്. ഇതേ സെയിം പക്ഷികളെ ഇതിൻ്റെ മുട്ട എടുത്ത് റെയിൻബോ ഫിഞ്ചസിൻ്റെ മുട്ട ബംഗാളി ഫിഞ്ചസിൻ്റെ കൂട്ടത്തിൽ വെച്ച് അത് വിരിയിച്ചെടുക്കുന്നു. അത് വിരിയിച്ച ശേഷം ബംഗാളി ഫിഞ്ചസ് എന്ന ബേർഡ്സ് ഗുഡ് മദറിങ് എബിലിറ്റിയാണ്, കുട്ടികളെയൊക്കെ നന്നായി നോക്കും, ഫീഡ് ചെയ്യുകയും കാര്യങ്ങൾ ചെയ്യുന്നത് കാരണം അവരുടെ കൂട്ടത്തിൽ വിരിയിച്ചെടുക്കുന്നു. അത് വളരെ ലാഭകരമായി ചെയ്യാൻ പറ്റുന്ന ഒരു പ്രവൃത്തിയാണ്. അതുകൊണ്ട് തന്നെ ഏർലി ചിക്ക് മോർട്ടാലിറ്റി നമുക്ക് കുറയ്ക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെ വരുന്ന പക്ഷികളെ ഈ ഒരു വിൽപ്പനയ്ക്ക് തയ്യാറാക്കാണ് എന്നിരിക്കട്ടെ. അപ്പോൾ അങ്ങനെ ആകുമ്പോൾ ഒരു സംരംഭകൻ ഇതിനൊക്കെ ആരാണ് വാങ്ങിക്കുക? ഏത് തരത്തിലുള്ളൊരു വിപണനമാണ് നടക്കുക? കോവിഡ് മഹാമാരിക്ക് ശേഷം തന്നെ ഈ പെറ്റ് ബേർഡ്സിൻ്റെ വിൽപ്പന വളരെ നന്നായി കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഈ പുതുകാലത്താണെന്നുണ്ടെങ്കിൽ ആളുകൾ സ്ട്രെസ്സിലേക്കാണ് കൂടുതലും വരുന്നത്. വളരെ മനോഹരമായ തൂവലുകളോട് കൂടിയ ഈ പക്ഷികളെ വളരെ കണ്ണിന് കുളിർമയും ഇതൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ കൂടുതൽ ആളുകളും വളർത്താനായി ശ്രദ്ധിക്കാറുണ്ട്. അതുപോലെ തന്നെ ഫ്ലാറ്റുകൾ, അതായത് പെറ്റ്സിനെ വളർത്താൻ താല്പര്യമുള്ള ആളുകൾ ഫ്ലാറ്റുകളിൽ കൂടുതലും നമ്മൾ ഈ കോക്കറ്റെയിൽസ്, ചെറിയ ചെറിയ ഫിഞ്ചസുകൾ ഇവരെ വളർത്താൻ കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിശാലമായ ഒരു വിപണി തന്നെ കോവിഡ് മഹാമാരിക്ക് ശേഷം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള വിൽപ്പനകളും ഇപ്പോൾ നടക്കുന്നുണ്ട്. വളരെ സാധാരണയായി ഇവർക്ക് വരുന്ന രോഗങ്ങൾ എന്തൊക്കെയാണ്? അരുമ പക്ഷികളുടെ രോഗങ്ങൾ എന്ന് പറയുന്നത് നമ്മൾ കൂടുതലും ഇവരുടെ ലക്ഷണങ്ങൾ കണ്ടാണ് മനസ്സിലാക്കേണ്ടത്. അതായത് പക്ഷികളിൽ ഉണ്ടാകുന്ന അസുഖ ലക്ഷണങ്ങൾ ഏറ്റവും പ്രധാനപ്പെട്ടവയാണ് ഇവയുടെ ആക്ടിവിറ്റി വളരെ കുറഞ്ഞിരിക്കുക എന്ന് പറയുന്നത്. ഈ ആക്ടിവിറ്റി കുറഞ്ഞ പക്ഷികൾ കൂടുതൽ അവരുടെ ഏവിയറിയുടെ ഏറ്റവും താഴത്തെ നിലം ഭാഗത്തായിരിക്കും ഇരിക്കാറുള്ളത്. അതുപോലെ തന്നെ ഫ്ലഫ്ഡ് ഫെദേഴ്സ്, അതായത് പക്ഷികൾ പൊതുവെ അവയുടെ തൂവലുകൾ എപ്പോഴും വളരെ വൃത്തിയോട് തന്നെ സൂക്ഷിക്കുന്നതാണ്. എന്നാൽ ഇവ അസുഖബാധിതരാകുന്ന സമയങ്ങളിൽ തൂവലുകൾ ഫ്ലഫി ആയിട്ട് ഇരിക്കാറുണ്ട്. അതുപോലെ തന്നെ വൃത്തിഹീനമായി ഇരിക്കാറുണ്ട്. ചില സമയത്താണെന്നുണ്ടെങ്കിൽ ഇവർക്ക് നെയ്സൽ ഡിസ്ചാർജ് അല്ലെന്നുണ്ടെങ്കിൽ ക്രസ്റ്റുകൾ, അതായത് ഇവരുടെ നോസ്ട്രൽസിൻ്റെ ഏരിയയിൽ കൊക്കിൻ്റെ ഭാഗത്താണെന്നുണ്ടെങ്കിൽ കൊഴുത്ത ദ്രാവകങ്ങളോ അല്ലെന്നുണ്ടെങ്കിൽ വെള്ളം പോലെയുള്ള ദ്രാവകങ്ങളോ ഉണ്ടായിരിക്കുന്നത് അസുഖലക്ഷണമായി കാണിക്കുന്നു. അതുപോലെ തന്നെ ചിറകുകൾ താഴ്ത്തിയിരിക്കുക, തൂവലുകൾ തനിയെ കൊത്തിപ്പറിക്കുക. പിന്നെ ഒരു കാര്യം വളരെ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ കാഷ്ടത്തിൻ്റെ ഉണ്ടാകുന്ന നിറവ്യത്യാസം, കൺസിസ്റ്റൻസിയുടെ വ്യത്യാസം, ഫ്രീക്വൻസി, ക്വാണ്ടിറ്റി എന്നിവയിൽ ഉണ്ടാകുന്ന വ്യത്യാസങ്ങൾ അസുഖലക്ഷണങ്ങളായി കണക്കാക്കാവുന്നതാണ്. അതുപോലെ തന്നെ വിശപ്പില്ലായ്മ, വെയിറ്റ് ലോസ്, പ്രോമിനൻ്റ് കീൽ ബോൺ, ഇവരുടെ നെഞ്ചെല്ലുകളിലെ മാംസം വളരെ കുറഞ്ഞ് വളരെ തള്ളി നിൽക്കുന്നതായി തോന്നുകയാണെങ്കിൽ അത് അസുഖലക്ഷണമായി കണക്കാക്കാവുന്നതാണ്. പെർച്ച് ചെയ്യുന്ന ബേർഡുകൾ പെർച്ച് ചെയ്യാതെ കൊക്ക് മെഷുകളിൽ കടിച്ചു പിടിച്ചിരിക്കുന്നത് ഒരു അസുഖലക്ഷണമായി കണക്കാക്കാവുന്നതാണ്. ഈ ലക്ഷണങ്ങൾ കാണുകയാണെന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ അടുത്ത വെറ്റിനറി ഡോക്ടറെ സമീപിക്കുന്നത് വളരെ നല്ലതായിരിക്കും. ഈ രംഗത്ത് ഇപ്പോൾ നമ്മൾ കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തു. ഈ രംഗത്ത് ഇനി വരുന്നവർക്ക് ഒരു ഭാവി ഉണ്ടാവും? ഉറപ്പായിട്ടും ഉണ്ടാവും സർ. അതായത് ഇപ്പോൾ ആളുകൾ പെറ്റ് ബേർഡ്സിനായി, അതായത് ചില മക്കാവ്സ്, സൾഫർ ക്രസ്റ്റഡ് കൊക്കറ്റൂസ് അങ്ങനെയുള്ള വളരെ ആകർഷണമുള്ള ബേർഡ്സിനെ ആളുകൾ വളർത്തുവാനായി വളരെ നല്ല താല്പര്യം കാണിക്കുന്നുണ്ട്. അവയ്ക്കൊരു മോഹവിലയും തന്നെ ഉണ്ടാകാറുണ്ട്. അതുകൊണ്ട് തന്നെ ഇവർക്ക് നല്ലൊരു വിപണി ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട്. എന്തായാലും വളരെ ശോഭനമായ ഒരു ഭാവി അരുമ പക്ഷി സ്നേഹികളെ കാത്തിരിക്കുന്നുണ്ട്. ഈ രംഗത്തേക്ക് ധൈര്യമായി വരാം, മുതൽ മുടക്കാം എന്നുള്ള സന്ദേശങ്ങളാണ് ഡോക്ടർ വിഷ്ണുദത്ത് നൽകുന്നത്. അദ്ദേഹത്തിന് ജീവിതം ജീവനം പരിപാടിയിലേക്ക് പങ്കെടുത്തതിന് പ്രത്യേക നന്ദി രേഖപ്പെടുത്തുന്നു. കമ്മ്യൂണിറ്റി റേഡിയോ ബെൻസിഗറിൽ നിങ്ങൾ ഇതുവരെ കേട്ടത് ജീവിതം ജീവനം. തയ്യാറാക്കി അവതരിപ്പിച്ചത് ഡോക്ടർ ഡി ഷൈൻകുമാർ, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ, കൊല്ലം. സാങ്കേതിക സഹായം ശിവപ്രിയൻ.